ഹായ് ഫ്രണ്ട്സ്, അഷ്റഫ് ചിറ്റാറിലാണ് പാലക്കാട്. മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവരൊക്കെ തനതായ ഒരു ശൈലി പിന്തുടരുന്നവരാണെന്ന് കാണാം. പറയുന്ന വിഷയങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവയെല്ലാം അവർ പറഞ്ഞു പോകുന്നത് അവരുടേതായ ഒരു ശൈലിയിലൂടെ തന്നെയാണ്. പത്മരാജനായാലും MT വാസുദേവൻ നായരായാലും ബാലചന്ദ്ര മേനോനായാലും ലോഹിതദാസ് ആയാലും ശ്രീനിവാസനായാലും അവരിലൊക്കെ ഈ ഒരു സവിശേഷത പ്രകടമായി തന്നെ. എന്നാൽ അവരിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുന്ന വേഴ്സറ്റാലിറ്റിയുടെ അങ്ങേയറ്റം വരെ സഞ്ചരിക്കുന്ന ഒരു എഴുത്തുകാരൻ നമുക്കുണ്ട്. സ്വന്തം ശൈലിയെ തന്നെ നിരന്തരം ബ്രേക്ക് ചെയ്ത് എഴുതി മുന്നേറിയ ഒരാൾ രഘുനാഥ് പാലേരി. ഒരിക്കൽ എഴുതിയ കഥ പോലെ മറ്റൊരെണ്ണം കണ്ടെത്താനാവില്ല ഈ എഴുത്തുകാരൻ. അതുകൊണ്ട് തന്നെ ഈ എഴുത്തുകാരനേക്കാൾ നമുക്ക് പരിചയം അദ്ദേഹത്തിന്റെ സിനിമകളാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയുടെ കോ റൈറ്ററായി നമ്മുടെ മുന്നിൽ അദ്ദേഹം അവതരിച്ചപ്പോൾ ഇന്ത്യൻ സിനിമ തൊട്ടറിഞ്ഞത് അന്നോളം അനുഭവിച്ചറിയാത്ത സിനിമാ സങ്കല്പങ്ങളായിരുന്നു. 2 വർഷങ്ങൾക്കിപ്പുറം തന്റെ ആദ്യ സംവിധാന സംരംഭമായ 1 മുതൽ 0 വരെ എന്ന ചിത്രവുമായി അദ്ദേഹം എത്തിയപ്പോഴും പുതുമ എന്ന വാക്കിന്റെ അർത്ഥം മലയാളികൾ വീണ്ടും തിരിച്ചറിയുകയായി. വിരലിൽ എണ്ണാവുന്ന കഥാപാത്രങ്ങളെ മാത്രം മുൻനിർത്തി അതുവരെ കണ്ട സിനിമാ കാഴ്ചകളെയൊക്കെ തകർത്തെറിഞ്ഞു അദ്ദേഹം. തുടർന്ന് വന്നത് പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രമാണ്. അവിടെ വരച്ചിട്ടത് ഒരു നാടിനെ ഒന്നടങ്കമാണ്. അടുത്തതായി പുറത്തു വന്നത് കേരളത്തിന്റെ യശസ് ലോകമെമ്പാടും ഉയർത്തിയ പിറവി എന്ന ക്ലാസിക്. ഒരു പക്കാ കൊമേഴ്ഷ്യൽ മൂവിയിൽ നിന്നാണ് ഒരു അച്ഛന്റെ ഹൃദയവ്യതയുടെ ആഴങ്ങൾ തേടിയ പിറവി എന്ന ലോക ക്ലാസിക്കൽ എത്തിയതെന്ന് ഓർക്കണം. തുടർന്നുള്ള മഴവിൽ കാവടി, എന്നും നന്മകൾ, കടിഞ്ഞൂൽ കല്യാണം, എന്നോടിഷ്ടം കൂടാമോ, മേലെപ്പറമ്പിൽ ആൺവീട് തുടങ്ങിയ ലൈറ്റ് ഹാർട്ടഡ് കോമഡി ചിത്രങ്ങളിലേക്കായിരുന്നു. അതിനുശേഷം വന്നതോ പിൻഗാമി എന്ന തീർത്തും വ്യത്യസ്തമായ ചിത്രത്തിലൂടെയാണ്. അന്തർദേശീയ തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ സ്വം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അടുത്ത വരവ്. തുടർന്ന് രചിച്ചതോ വധു ഡോക്ടറാണ്, മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത തുടങ്ങിയ കോമഡി ചിത്രങ്ങൾ. പിന്നെ വന്നത് സംഗീത പശ്ചാത്തലത്തിലുള്ള സിന്ദൂരരേഖ, ഒപ്പം സന്താനഗോപാലം പോലെയുള്ള ചിത്രങ്ങൾ. വിസ്മയം എന്ന സംവിധാന സംരംഭം പ്രേക്ഷകർ നിരാകരിച്ചുവെങ്കിലും ആ ചിത്രവും വേറിട്ട ഒരു പരീക്ഷണം തന്നെയായിരുന്നു. ഇതേ രഘുനാഥ് പാലേരിയുടെ തൂലികയിൽ പിറന്ന ചിത്രമാണ് വാനപ്രസ്ഥം. ഇവിടെ വിഷയമായത് മനുഷ്യ മനസ്സുകളുടെ ആത്മസംഘർഷമാണ്. വാനപ്രസ്ഥത്തിന് ശേഷം പ്രേക്ഷകന് മുന്നിലെത്തിയ പാലേരി ചിത്രം ദേവദൂതനാണ്. മലയാളി കാണാത്ത മറ്റൊരു കാഴ്ച തന്നെയായിരുന്നു ദേവദൂതൻ. ഈ ചിത്രങ്ങളിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമുണ്ട്: ഹീസ് ദ മോസ്റ്റ് അണ്ടർറേറ്റഡ് റൈറ്റർ ഓഫ് മലയാളം ഇൻഡസ്ട്രി. ദേവദൂതൻ പുറത്തിറങ്ങിയ 2000-ന് ശേഷം അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന മലയാള ചിത്രങ്ങൾ സ്വപ്നം കൊണ്ട് തുലാഭാരവും മധു ചന്ദ്രലേഖയുമാണ്. അതായത് തുടർച്ചയായി വ്യത്യസ്തമായ ചിത്രങ്ങൾ മാത്രം നൽകിക്കൊണ്ടിരുന്ന ഈ എഴുത്തുകാരൻ 2000-ന് ശേഷം ഏറെക്കുറെ നിശബ്ദനായതായാണ് കാണാൻ കഴിയുക. അങ്ങനെ അദ്ദേഹം മാറി നിന്നാൽ നഷ്ടം മലയാള സിനിമയ്ക്ക് തന്നെയാണ്. ഇത്രയധികം വ്യത്യസ്തമായ രചനകൾ സമ്മാനിച്ച ആ തൂലിക നിശബ്ദമാകാൻ പാടില്ല. ഇനിയും കണ്ടിട്ടില്ലാത്ത കുറേയേറെ കഥാപരിസരങ്ങളിലേക്ക് മലയാള പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹം ഇനിയും എഴുതണം. അവസാനമായി അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്നത് ഒരു കട്ടിൽ ഒരു മുറി എന്ന ചിത്രമാണ്. അൻവർ റഷീദിന്റെ ഒരു ചിത്രത്തിനു വേണ്ടി അദ്ദേഹം എഴുതുന്നു എന്നൊരു വാർത്ത എവിടെയോ കേട്ടിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും രാജകീയമായ തിരിച്ചുവരവായിരിക്കും അത്. അതിനായി നമുക്ക് കാത്തിരിക്കാം. റൈറ്റർ മഹേഷ് ഗോപാൽ, താങ്ക് യു. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. അഷ്റഫ് ചിറ്റാറിൽ പറഞ്ഞു.